ട്രാവൽ വ്യൂസിൻ്റെ ട്യൂട്ടോറിയൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ലൂമിയോൺ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. നമ്മൾ ഇതുവരെ സ്കെച്ചപ്പ് പ്ലസ് എൻസ്കേപ്പ് എന്നുള്ള ട്യൂട്ടോറിയലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻസ്കേപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇനി ലൂമിയോൺ ആണ്. അപ്പോൾ എൻസ്കേപ്പും ലൂമിയോണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എൻസ്കേപ്പിൽ നമുക്ക് പെട്ടെന്ന് റെൻഡറിങ് ചെയ്യാം, പക്ഷേ മൂവിങ് സബ്ജക്റ്റ് ഒന്നും നമുക്ക് എൻസ്കേപ്പിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആളുകൾ നടന്നു പോകുന്നു, പക്ഷി പറക്കുന്നു, അതൊന്നും നമുക്ക് എൻസ്കേപ്പിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ലൂമിയോണിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. റെൻഡറിങ് ടൈം കുറച്ച് കൂടുതലെടുക്കും, അതുള്ള വ്യത്യാസം. എന്തായാലും ഈ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനുള്ളതാണ് കേട്ടോ. നിങ്ങൾ എവിടെന്നെങ്കിലും കുറച്ച് ലൂമിയോണൊക്കെ പഠിച്ചിട്ടുണ്ട് വന്നിരുന്ന ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ കറക്റ്റായിട്ട് ട്യൂട്ടോറിയൽ പഠിക്കണം എന്നുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. അല്ലാതെ നിങ്ങൾ മറ്റുള്ള ചാനൽ കണ്ടിട്ടാണ് ഇവിടെ വന്ന് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലാഗ് ചെയ്യണം തോന്നും. കാരണം ഇത് ആദ്യം തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വരുന്ന ഒരു ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ലാഗ് ചെയ്യും പോലെയൊക്കെ തോന്നും. നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കൂടെ കൂടുക, നമുക്ക് അവസാനം വരെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങാം. അപ്പം പറഞ്ഞ മനസ്സിലായി. കൂടുതൽ പറഞ്ഞ സമയം കളയാതെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിനടുത്തേക്ക് പോകാം. ഞാനിവിടെ ലൂമിയോൺ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്ത് നിർത്തുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഒരു ഇതാണ് ഇത്. ഞാൻ ഉപയോഗിക്കുന്നത് ലൂമിയോൺ പ്രോ 10.3.2, അതായത് 10 വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ലൂമിയോൺ. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം ടു ലൂമിയോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കാണാം. ഇതിൽ ന്യൂ ഉണ്ട്, എക്സാമ്പിൾസ് ഉണ്ട്, കമ്പ്യൂട്ടർ സ്പീഡ്. അപ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് നമ്മൾ നോക്കണതെങ്കിലും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട വലത് സൈഡുള്ള കമ്പ്യൂട്ടർ സ്പീഡാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ കമ്പ്യൂട്ടർ സ്പീഡിൽ വരുമ്പോഴത്തേക്ക് കണ്ടോ, അത് ഓപ്പൺ ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്ക് റിസൾട്ട്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ റിസൾട്ടാണ് കാണിക്കുന്നത്. അതായത് ലൂമിയോൺ പറയുന്ന രീതിയിലുള്ള ഗ്രാഫിക്സ് കാർഡും മെമ്മറി കാർഡും അതുപോലെ CPU പ്രോസസ്സറും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ ഇതിൽ ലൂമിയോൺ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഗ്രാഫിക്സ് കാർഡൊക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പ്രോസസ്സർ മാത്രമാണ് കുറച്ച് കൂടുതലായിട്ട് എന്നിലുള്ളത്, എന്ന് വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടറിലുള്ളത്, എന്നിലല്ല എൻ്റെ കമ്പ്യൂട്ടറിലുള്ളത്. ബാക്കിയൊന്നും നമ്മൾ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട, കാരണം ചുമ്മാ എന്തിനാണ് നമ്മൾ സംസാരിച്ച സമയം കളയുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഇതനുസരിച്ചായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ്, അതായത് ഈ ലൂമിയോൺ വർക്ക് ചെയ്യുന്നതിനുള്ള സ്പീഡ് ഉണ്ടാവുക നമ്മുടെ കമ്പ്യൂട്ടറിന്. ഇപ്പോൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇതൊന്ന് ചെക്ക് ചെയ്യുക. ഇതിനനുസരിച്ചായിരിക്കും നടക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ ഓപ്പണായി വന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റീറൺ ബെഞ്ച് മാർക്ക് എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ അതൊന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും. മിനിമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ശോകമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പം വളരെ ദയനീയമായ രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ആ ടൈം കിട്ടുന്നത് പറഞ്ഞാൽ ആ വർക്ക് ചിലപ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കാം, പക്ഷെ ആ ടൈം, അത് റെൻഡറിങ് ടൈമൊക്കെ കുറച്ച് കൂടുതൽ എടുത്ത് അത് റെൻഡർ ചെയ്ത് വരുവുള്ളൂ. ഇനി നമ്മൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ കണ്ടോ, ഇവിടെ സെറ്റിങ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ, ഡിസേബിൾ ഹൈ ക്വാളിറ്റി ട്രീസ്. അപ്പം വേണമെങ്കിൽ ഇപ്പം ഇതിൽ വരുന്ന ട്രീസ് ഒന്നും നമുക്ക് ഹൈ ക്വാളിറ്റി വേണ്ട, നമുക്ക് ലോ ക്വാളിറ്റി മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണുന്നതിന് ലോ ക്വാളിറ്റി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇടുക. അപ്പോൾ കമ്പ്യൂട്ടർ കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് വരും, കാരണം അത്രയും ഗ്രാഫിക്സ് എടുക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഡിസേബിൾ ഓട്ടോമാറ്റിക് ഹൈ ക്വാളിറ്റി പ്രിവ്യൂ. ഹൈ ക്വാളിറ്റി ഇത് പ്രിവ്യൂ കാണിക്കും. നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് പ്രിവ്യൂ കാണിക്കുന്നത് കുറച്ച് ഓട്ടോമാറ്റിക് ഹൈ ക്വാളിറ്റി പ്രിവ്യൂ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ അതും നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഇതിനൊക്കെ നമുക്കൊന്ന് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊന്നും നമുക്ക് നോക്കണ്ട. പിന്നെ ഇത് എഡിറ്റർ ക്വാളിറ്റി ഞാനിവിടെ സൂപ്പർ ഹൈ ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ള ക്വാളിറ്റി ഞാൻ ഹൈ ക്വാളിറ്റി ആണ് കൊടുക്കണം. ഞാൻ കൂടിയ ആളാണല്ലോ, മിനിമലുള്ള ആൾക്കാരാണ് ഇത് കുറച്ചിടേണ്ടത്. ഞാൻ കൂടിയ ആളിൽ നിൽക്കുന്നതെന്ന് ലൂമിയോൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടുതൽ ഇട്ടേക്കാണ്. ഇനി അങ്ങോട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, എന്തെങ്കിലും ലാഗിങ്ങോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വാളിറ്റിയൊക്കെ നമുക്കങ്ങ് കുറയ്ക്കാം. പിന്നെ എഡിറ്റർ റെസൊല്യൂഷൻ 100 കൊടുത്തേക്കുന്നത്, വേണമെങ്കിൽ 25%, 50% കൊടുത്താലും മതി. അതും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മീറ്റർ, ഫീറ്റ് കണ്ടത് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ഏതിലാണ് എന്നുള്ളതും അതൊക്കെയാണ് ഇത് കാണിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത്. യൂസ് ലാർജ് തമ്പനയിൽ വേണോ വേണ്ട, ഞാൻ അത് ഓഫ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചെറിയ തമ്പനയിലൊക്കെ മതി, വലിയ തമ്പനയിൽ കണ്ടിട്ട് കാര്യമില്ല, നമ്മുടെ വർക്ക് നന്നായിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ സെറ്റിങ്സ്. അപ്പോൾ സെറ്റിങ്സും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കി അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഞങ്ങൾക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ, ഇവിടെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം കിടപ്പുണ്ട്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, കുറേ എക്സാമ്പിൾസ് ഇവിടെ കിടപ്പുണ്ട്.
ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. എങ്ങനെയാണ് അവർ പ്ലാന്റ് കൊടുത്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് അവർ വീടിൻ്റെ ഓരോ മെറ്റീരിയലിന് സെറ്റിങ്സൊക്കെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ ഓരോ എക്സാമ്പിൾസ് എടുത്ത് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പലരും ഇത് നോക്കാറില്ല. എല്ലാവരും ട്യൂട്ടോറിയൽ കണ്ട് ഓരോരുത്തരും ചെയ്യുന്ന ട്യൂട്ടോറിയൽ കണ്ട് അതുപോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കും, നടക്കില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം എന്താണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. കാരണം ആ സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ആ സോഫ്റ്റ്വെയറിനകത്ത് എന്താണുള്ളത്, അതിനകത്ത് അവരെന്തൊക്കെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അവരെങ്ങനെയാണ് മരങ്ങൾ ഓരോ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ അവരെങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആ സോഫ്റ്റ്വെയർ പഠിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് വേണം അതിനകത്തേക്ക് വർക്ക് ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് നല്ല ഒരു ഔട്ട്പുട്ടോ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി പുറകിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ലൂമിയൻ പ്രോ 10 ആണെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ 12 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പുതിയ വെർഷൻ ഇനി 13 വരണമെങ്കിൽ 13 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സിലൊന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ചെറിയ എന്തെങ്കിലും ചേഞ്ച് മാത്രമേ വരാം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ 10 പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് 10 കണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് 12ഓ 13ഓ ഒന്നും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ നോക്കുക. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ന്യൂ എന്നുള്ള ഇതാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. പുതിയൊരു വർക്ക് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാം പ്ലെയിൻ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ പ്രോജക്റ്റ് ഇവിടെ നമുക്ക് കാണാം. നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പ്ലാന്റും കാര്യങ്ങളും നമ്മൾ ചെയ്ത മോഡലെല്ലാം കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്നത്. ഇതാണ് സാധാരണ നമ്മളല്ല ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് എൻവയോൺമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണണം. ഫോറസ്റ്റ് ടൈപ്പ് ബാക്കിൽ മരങ്ങളും എല്ലാം വെച്ചുള്ള എൻവയോൺമെൻറ്റ് സംഭവം, ഫോറസ്റ്റ് എൻവയോൺമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം കാണാം. അതായത് ഉഷ്ണമേഖല കാടുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ വരുമ്പോഴത്തേക്ക് മൗണ്ടൻ റേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബാക്കിൽ മലയും കാര്യങ്ങളും എല്ലാം ഉള്ള സംഭവം. പിന്നെ ഉള്ളത് സുബ്രഹ്മണി സുബ്രഹ്മണ്യല്ല, പെട്ടെന്ന് വായിക്കുമ്പോൾ എന്ന് പറഞ്ഞു പോകും. സബർബൻ എന്ന് പറഞ്ഞ എൻവയോൺമെൻറ്റ്, അതായത് നഗരപ്രാന്ത പ്രദേശമായ, അത് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടില്ലേ റോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ പറയുന്നത് വൈറ്റ് പ്ലെയിൻ, ഒന്നുമില്ല, ചെടിയോ പുല്ലോ ഗ്രാസോ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ഇത് അടുത്ത സെലക്ട് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് അതിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുമ്പം കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പ്ലെയിൻ തന്നെ അങ്ങ് ക്ലിക്ക് ചെയ്യുന്നു. പ്ലെയിൻ പ്രോഗ്രാം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ സ്വല്പം ഒന്ന് മുകളിലോട്ട് കയറിയിരുന്നു കേട്ടോ, കാരണം ഇതിൻ്റെ ടൂൾസ് എല്ലാം കിടക്കുന്ന താഴെയാണ്, അപ്പം അത് മറയണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഈ ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഓട്ടോകാഡിലോ അതുപോലെ തന്നെ 3D മാക്സിലോ സ്കെച്ചപ്പിലോ ചെയ്ത ഫയലുകൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ താണ്ട ഒരു ബക്കറ്റിൽ ഇങ്ങനെ എന്തോ പെയിൻറ്റ് പോലെ വീഴുന്ന ഒരു സംഭവം, ഒരു സിമ്പിൾ കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മെറ്റീരിയൽ എഡിറ്ററാണ്. നമ്മൾ കൊണ്ടുവരുന്ന മോഡലിലെ മെറ്റീരിയൽ എഡിറ്റ് ചെയ്യാനുള്ള സംഭവം. അത് മെറ്റീരിയൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് ലാൻഡ്സ്കേപ്പിംഗ്, പിന്നെ വരുന്നത് വെതറാണ്, കാലാവസ്ഥ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിൽ തന്നെ കണ്ടാണ് ഇവിടെ റിയൽ സ്കൈ ഉണ്ട്. നമുക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ റിയൽ സ്കൈ ആയിട്ട് മാറും. കണ്ടോ, സ്കൈ ഇപ്പം റിയൽ സ്കൈ ആയിട്ട് മാറി. ഇപ്പം തൽക്കാലം ഞാൻ അത് ഓഫ് ചെയ്യാണ്. ഇനി വലത് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബിൽഡ് ഉണ്ട്. ബിൽഡിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. കാരണം നമ്മൾ ഒരു മോഡൽ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇതാണ് ഈ ബിൽഡ്, അതാണ് ആ ബട്ടണിലാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എടുക്കുമ്പോഴത്തേക്ക് ഫോട്ടോ ഇതിലോട്ട് പോകും. വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഇതിലേക്ക് പോകും. പിന്നെ ഇത് ഫയൽ സേവ് ചെയ്യാനുള്ള ഇതാണ്. ഇത്രയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലായിട്ടാണ് ഷോർട്ട് കട്ട്സ് ഒക്കെ വരുന്നത്. കണ്ടോ ഇവിടെ ഈ സൈഡിൽ കണ്ട് നിങ്ങൾ നോക്കിയാൽ ഷോർട്ട് കട്ട്സ് ഒക്കെ കാണുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്ന കീയും ആ കാര്യങ്ങളൊക്കെയാണ്. റൊട്ടേറ്റ് ചെയ്യണത് അങ്ങനെയെന്നൊക്കെ ഉള്ളതാണ് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മുടെ കീ അത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്ന കീ പറയുമ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റിനൂടെ കൊണ്ടുവയ്ക്കാം. എന്നാലും നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, നാച്ചുറലിൽ ഒരു ട്രീ സെലക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. ഈ ട്രീയെ ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ട് വച്ചു. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ വേണ്ട നമ്മുടെ മൗസിൻ്റെ കൂടെ തന്നെ വേറൊരു ട്രീ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഉടൻ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ട്രീൻ്റെ കോപ്പി തന്നെ വരുന്നുണ്ട്. കാര്യം നമുക്ക് ഇനി വേറെ ഞാൻ അടുത്തടുത്ത് ട്രീകൾ വെക്കണമെങ്കിൽ അതൊരു പ്രയോജനമാണ്. അപ്പോൾ നമുക്കത് വേണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, എസ്കേപ്പ് അടിക്കുക.
ESC നമ്മുടെ ബട്ടൺ കീ ബട്ടണിൽ കീബോർഡിലെ കീ ബട്ടണിൽ ESC അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് മാറും. നമുക്കിനി ഫ്രണ്ടിലോട്ട് പോയി ഈ മരത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിൽ അപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. ബാക്കിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഡൗൺ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിലോട്ട് പോകാൻ അപ്പ് കീയും ബാക്കിലോട്ട് വരാൻ വേണ്ടി ഡൗൺ കീയും, വലത്തോട്ട് പോകാൻ റൈറ്റ് കീ പ്രസ് ചെയ്യുക, ഇടത്തോട്ട് പോകാൻ ലെഫ്റ്റ് കീയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ കുറച്ച് ബാക്കിലോട്ട് വരികയാണ്. കുറച്ച് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്പീഡ് കുറയുന്നുണ്ട്. അപ്പം സ്പീഡ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സ്പീഡ് കൂടുന്നു. ഷിഫ്റ്റ് എന്ന് ഞാൻ കൈയെടുക്കുന്നു, സ്പീഡ് കുറഞ്ഞു. അത് ഞാൻ ഫ്രണ്ടിലോട്ട് വരുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു, ഇതാ സ്പീഡിലെത്തി. ഞാൻ ബാക്കിലോട്ട് പോവുകയാണ്, ഷിഫ്റ്റ് പ്രസ് ചെയ്തു എടുത്തു കേട്ടോ, വ്യത്യാസം കണ്ടോ. അപ്പോൾ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് പ്രസ് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത്, അതായത് അപ്പ് ആൻഡ് കീയിലൂടെയും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡിൽ ഫ്രണ്ടിലോട്ടും, ഡൗൺ കീയിലൂടെയും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡിൽ ബാക്കിലോട്ടും വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ABCD എന്നുള്ള ബട്ടണുകളിൽ W പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോവാം. S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് വരാം. A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലോട്ട് പോവാം. D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലോട്ട് വലത്തോട്ട് പോവാം. പിന്നെ Q പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് മുകളിലേക്ക് ഉയരുന്നത്. E പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരാം. അപ്പം Q എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ടും, E എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കും വരാം. നമ്മൾ കൂടുതൽ ഫയലിന് ലോഡ് കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ സൂം ഔട്ട് ചെയ്തും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇപ്പം ഞാൻ ബാക്കിലോട്ട് സൂം ചെയ്യുന്നു, ഫ്രണ്ടിലോട്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട്. ഞാൻ അത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് സ്പീഡിൽ പോകും. ഇവിടെ മൗസ് ഉപയോഗിച്ചാലും നമുക്ക് ഇതുപോലെ തന്നെ ഈ മൗസിൻ്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യിക്കാം. അതുപോലെ തന്നെ സ്ക്രോൾ വീൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കണ്ട ഇങ്ങനെ മുകളിലേക്ക് ഉയർത്താനും താഴേക്ക് താക്കാനും ഒക്കെ സാധിക്കും. അതിലും നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും. ഇപ്പോൾ ഷിഫ്റ്റ് കീ വിടുമ്പോഴത്തേക്ക് കണ്ടോ, ഞാൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുകയാണ്, സ്പീഡായണ്ടോ, വിടുമ്പോഴത്തേക്ക് ആ ഒരു സ്പീഡ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലോട്ടും മുകളിലോട്ടൊക്കെ നോക്കാം. ഹായ് സൂര്യൻ, ഇതൊക്കെ ഇങ്ങനെ നോക്കാനൊക്കെ ഉപയോഗിക്കാം. നമുക്കിനി ഒബ്ജക്റ്റുകളിലേക്ക് പോവാം. നമ്മൾ ഓൾറെഡി ഇവിടെ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഒരു മരം ഇവിടെ കൊണ്ടുവച്ചു അല്ലേ, നാച്ചർ എന്നുള്ളതിൽ ഒരു മരം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് കണ്ടോ വേറൊരു ഒബ്ജക്റ്റ് കിടക്കുന്നത് ഫയല്, അത് നോക്കുക, ഫൈൻ ഡീറ്റെയിൽ നാച്ചർ, അതായത് നാച്ചറിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം അത് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മരത്തിനെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടുള്ള ഒരു ട്രീ ആണ്. അതിൽ വരുന്ന ടെക്സ്ചർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സാധാ ഒരു ടെക്സ്ചർ, വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തെ മരത്തിന് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും അതിൻ്റെ സ്കിന്ന് വരുന്നത്. നോക്കൂ, കണ്ടോ, മരത്തിൻ്റെ സ്കിന്ന് കണ്ടോ, നല്ല ഡീറ്റെയിലിംഗ് ആണ്, കണ്ടോ. അതുപോലെ അതിൻ്റെ ഇലകൾ കണ്ടോ, ഇലകളെല്ലാം കാറ്റത്ത് ഓരോ ഇലയായിട്ട് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ആടുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിപ്പോൾ എല്ലാം കൂടെ ഒരു ഇരുന്നാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ഇല്ല. അത് മനസ്സിലാക്കിയാൽ മതി, അല്ല കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള മരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഈ മരത്തിന് അടുത്ത് വെച്ച് നമുക്ക് ആ വീടിൻ്റെ ഒരു പോസ് എടുക്കണം, ഒരു എലിവേഷൻ്റെ റെൻഡറിങ് ഔട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് അടുത്ത് വയ്ക്കുമ്പോൾ ഒരു ഒറിജിനൽ മരം അടുത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഗ്രാസൊക്കെ ഏകദേശം ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന നല്ല കുറച്ചുകൂടെ ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതാണ് അവർ ആ ട്രീ ഡിഡ് പ്ലസ് എന്ന് കാണിച്ചേക്കുക സിമ്പിൾ. പിന്നെ ഇതുപോലെ ആളുകൾ, നടന്നു പോകുന്ന ആളുകൾ, അങ്ങനത്തെ കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിലേക്ക് എടുക്കാം. നമുക്ക് ഇവനെ എടുക്കാം, എടുത്ത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാം, ആശ ഇവിടെ എവിടെയെങ്കിലും നിന്നോട്ട്. ഓക്കെ,
കേട്ടോ. ഇതുപോലെ ആനിമേറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാം. പിന്നെ ഇവർ നടന്നു പോകുന്നതൊക്കെ നമുക്കിതിൽ ആനിമേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രീ എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ഈ ട്രീയുടെ കൂടെ ഒരാളിനെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു കറുത്ത മനുഷ്യനെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ആ ട്രീയുടെ ഹൈറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് ആ ട്രീ ഒരു മനുഷ്യൻ്റെ പൊക്കത്തിൽ നിന്നും ട്രീ എത്രയാണ് പൊങ്ങി നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുക. അല്ലാതെ നമ്മൾ ആ ട്രീ എടുത്ത് വയ്ക്കുമ്പോൾ ആ മനുഷ്യൻ കൂടെ വരെയൊന്നുമില്ല. വിളിച്ചാലും അവൻ വരില്ല. എൻ്റെ അമ്മയാണ് സത്യം, അവൻ വരില്ല. അങ്ങനെയാണ് അവർ അത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന ഒബ്ജക്റ്റിന്, അതിപ്പോൾ ഞാനിപ്പം കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് 2 ട്രീയും ഒരു മനുഷ്യനും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം? അയ്യോ ഇത് വേണ്ട, ഞാൻ വേറെ ഒരു ഒബ്ജക്റ്റ് വേറൊരു മനുഷ്യനെ കൊണ്ട് അല്ലെങ്കിൽ വേറൊരു ട്രീ കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. ഇത് വേണ്ട, ഇത് മാച്ച് ചെയ്യുന്നില്ല, എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ടോ, പീപ്പിൾ ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഈ മനുഷ്യനെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താണ്ട ഇവിടെ വന്നിട്ട് ഡിലക്റ്റ് എന്ന് കൊടുക്കുന്നു. ഡിലക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ബട്ടൺ താഴെ ഓപ്പൺ ആയി വരും. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ മനുഷ്യൻ ഡിലീറ്റ് ആയി പോകുന്നു. പക്ഷേ ആ ഒരു ബട്ടൺ ഇതിലൊന്നും വന്നിട്ടില്ല. ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ട്രീയിൽ പോവുക. ട്രീയിൽ പോയപ്പോൾ നാച്ചുറലിൽ പോയപ്പോഴത്തേക്ക് കണ്ടോ, നാച്ചുറിൽ നിന്ന് വന്ന ഇതിൻ്റെ അവിടെ ബട്ടൺ വന്നിട്ടുണ്ട്. കാരണം ഇത് പ്രസ് ചെയ്തേക്കുന്നതുകൊണ്ട് ഓൾറെഡി നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ അതൊരു റെഡ് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് ഡിലീറ്റ് ആവുകയുള്ളൂ. കണ്ടോ, ഞാൻ മാറി ക്ലിക്ക് ചെയ്തപ്പോൾ അത് മാറണുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. ഇനി അപ്പോൾ ഈ മരം എന്തുകൊണ്ട് ഡിലീറ്റ് ആവുന്നില്ല? ഇനി ഞാനത് ഫൈൻ ഡീറ്റെയിൽ നാച്ചുറൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ഡിലീറ്റ് ആവുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ വേറെ 2 ട്രീ കൊണ്ടുവച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ നാച്ചുറൽ എന്നുള്ളതിൽ നിന്ന് ഈ ട്രീയും അതുപോലെ ഫൈൻ ഡീറ്റെയിൽ നാച്ചുറൽ നിന്ന് ഈ ട്രീയും കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ കണ്ടോ, ഇവിടെ വേറെ ഓൾ എന്ന് പറയുന്ന ബട്ടൺ അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ 2ലും വന്നിട്ടുണ്ട് ഡിലീറ്റ്. കണ്ടോ, 2ഉം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരേ സമയം. അപ്പോൾ ഓൾ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാം പറപറാന്ന് ഡിലീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു ഇതുള്ളത് മനസ്സിലായിക്കൊള്ളുക. അതുപോലെ തന്നെ ഓൾ പ്രസ് ചെയ്തിട്ട് സെലക്ട് പ്രസ് ചെയ്യുക. സെലക്ട് പ്രസ് ചെയ്തിട്ട് ഇതിലെ കൺട്രോൾ, നമ്മളെ കീബോർഡിലെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഡിലക്റ്റഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത് വന്നിട്ടുണ്ട് 2 എണ്ണം. കണ്ടോ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് ആ നിൽക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം ഇതുപോലെ ഡിലീറ്റ് ആയി പോകും. ഇവിടെ ഞാനിപ്പോൾ ഒരു ട്രീ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെതർ നമുക്കൊന്ന് നോക്കാം. വെതർ എടുക്കുമ്പോഴത്തേക്ക് വെതറിൽ ഞാൻ നേരത്തെ കാണിച്ചത് റിയൽ സ്കൈ. ഞാൻ റിയൽ സ്കൈ ഓപ്പൺ ചെയ്യുകയാണ്. റിയൽ സ്കൈയും അതുപോലെ തന്നെ റിയൽ സൂര്യനും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സൂര്യനെ എങ്ങനെ വേണോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ ഇതാ ഇവിടെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ കറക്കി കഴിഞ്ഞാൽ സൺ ഡയറക്ഷൻ എല്ലാം മാറ്റിയെടുക്കാം. കണ്ടോ, മാറുന്നത് കണ്ടോ? ഓക്കെ, ഇപ്പോൾ തൽക്കാലം സൺ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്കൈയുടെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടണമെങ്കിൽ ഇതാണ്ടോ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ രാത്രി സൂര്യൻ ഉദിച്ചിരിക്കും പോലെയുള്ള ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. അത് നമുക്കിപ്പം റിയൽ സ്കൈ ഓഫ് ചെയ്തിട്ട് ഇട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഇതാണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഷാഡോയും ഒക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഡേ ആൻഡ് നൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലാക്കി കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലൗഡിൻ്റെ പക്ഷേ റിയലിൽ അത് കാണുന്നില്ല. ഇതിൽ ക്ലൗഡിൻ്റെ ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. കണ്ടോ, പിന്നെ സൺ ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ സൺ ബ്രൈറ്റ്നെസ് 0.7 ആണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കുക. അത് കറക്റ്റ് അതിൻ്റെ ഡെസിമൽ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. 0.6684 ആണ്. അതാണ് 0.7 എന്ന് ഇതിൽ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും അങ്ങനെയും നമുക്ക് അത് നോക്കി കറക്റ്റായിട്ട് കൊണ്ട് വയ്ക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ലൂമിയോൺ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ സൺ. നമുക്ക് റിയൽ എടുക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ക്ലൗഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം റിയൽ സ്കൈ ആണ് ഇവിടെ കിട്ടുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ റിയൽ സ്കൈയുടെ ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ നമുക്ക് എങ്ങനത്തെ സ്കൈ വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. ക്ലൗഡി ഉണ്ട്, ഈവനിങ്, മോർണിംഗ്, ഓവർകാസ്റ്റ്, അങ്ങനെ പല ടൈപ്പിലുള്ള സ്കൈസ് ഇവിടെ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ക്ലൗഡ്സിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ്
ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നമ്മുടെ മൗസിൻ്റെ ആരോയുടെ അടുത്തൊരു മഞ്ഞ വട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡെസിമൽ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ ഞാനിത് എന്തായാലും ഇത്രയും ചെറുതാക്കി. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇവിടെ ഹൈറ്റ്, അതായത് എനിക്ക് ഇതിൻ്റെ ഹൈറ്റ് നമ്മുടെ ലാൻഡിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ചെറിയ ഇങ്ങനെ മുഴച്ച് വരുന്ന രീതിയിലൊക്കെ ആക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ റേസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒന്ന് ഉയർത്തിയെടുക്കുകയാണ്. കണ്ടോ ഉയർന്നു വന്നാൽ കണ്ടോ ഇത് ഓവറായിട്ട് ഉയർന്നു അല്ലേ. ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കുറച്ചും കൂടെ ഇത് വട്ടം വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഒരുമിച്ചങ്ങ് ഉയർന്നു വരും. കണ്ടോ പിന്നെ ഇവിടെ ബ്രഷ് സ്പ്രെഡ് എന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ടെങ്കിൽ നമുക്കൊന്ന് കൂട്ടി കൊടുത്താലും കണ്ടോ അത് കുറച്ച് കൂടുതലായിട്ട് കവർ ചെയ്ത് വരും. ഇപ്പം ഞാൻ ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, ഈ ബ്രഷിൻ്റെ ഇത് ഞാനൊന്ന് കംപ്ലീറ്റ് ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ അപ്പോൾ അത് ചെറുതായിട്ട് ഉയർന്നു വരുന്നേ ഉള്ളൂ. കണ്ടില്ലേ? ഒന്നുകൂടെ ബാക്കിലോട്ട് പോവാം. ഒന്നുകൂടെ ഒന്ന് കാണിക്കുകയാണ്, നോക്കി ശ്രദ്ധിച്ചോളൂ. കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ കണ്ടോ ഉയർന്നു പറഞ്ഞാൽ കണ്ടോ ഞാൻ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ അത് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഓക്കെ, ബാക്കിലേക്ക് പോവാം. ഇനി നമുക്ക് ഇവിടെ ബ്രഷ് സ്പ്രെഡ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചൊന്ന് കൂട്ടിയിട്ട് ഞാനിത് എന്ത് ചെയ്യുന്നു, അതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേട്ടോ ഒറ്റ അടിക്ക് അതെല്ലാം കൂടെ അങ്ങ് പൊങ്ങി മരം കാണാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം പിടിയിട്ടല്ലോ. നമുക്കിത് ഏകദേശം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ബ്രഷ് സൈസ് ഞാൻ കുറയ്ക്കുകയാണ്. ഇനി വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാം. പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഞാനിത് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കുന്നു, ഫുൾ കുറയ്ക്കുന്നു. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാണ്. കേട്ടോ കുറച്ചായിട്ട് വരുള്ളൂ. നമ്മൾ ഇങ്ങനെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ഉയർത്തിയെടുക്കാം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി ലോവർ എന്താണെന്ന് നമുക്ക് നോക്കാം. ലോവർ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഞാൻ ഒന്ന് താക്കുകയാണ്. കണ്ടോ അവിടെ കണ്ടോ കുഴിഞ്ഞു വരുന്ന കണ്ടോ, ഇങ്ങനെ കുഴിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇത് ഉപകരിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റൻ, ഇതിൻ്റെ മുകൾ വശം നമുക്ക് ഫ്ലാറ്റൻ ആക്കണമെന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാറ്റനായിട്ട് മാറും. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കണമെന്ന് ഇത് വെച്ച് ഇത് ഒന്നുകൂടെ വെച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് പൊങ്ങി താന്ന് അങ്ങനത്തെ ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ വരത്തക്ക വിധത്തിൽ ചെയ്യാനാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സ്മൂത്തായിട്ട് റൗണ്ടായിട്ട് വരണം. ഇതിപ്പോൾ എല്ലാം നമുക്ക് എന്ത് വർക്ക് ചെയ്യുമ്പം ഞാൻ എല്ലാം കാണിച്ചില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അടുത്ത ഞാൻ നോക്കാൻ പോകുന്നത് വാട്ടറാണ് കേട്ടോ. അപ്പോൾ വാട്ടർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇവിടെ അതിൻ്റെ ചൂസ് വാട്ടർ ടൈപ്പ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഞാൻ അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് കാണാം ഓഷ്യൻ. അപ്പം നമുക്ക് ഓഷ്യൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓഷ്യൻ ക്ലിക്ക് ചെയ്യുക. ട്രോപ്പിക്കൽ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ പോണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പോണ്ട്. നമുക്കിവിടെ ഏകദേശം ഒരു പോണ്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം പോണ്ടാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിൽ വെള്ളമെന്ന് പറഞ്ഞാൽ മൗണ്ടൻ എന്നുണ്ട്. അപ്പം മൗണ്ടൻ എന്ന് വരുന്ന വെള്ളച്ചാട്ടം പോലത്തെ വെള്ളം ആയിരിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേർട്ടി അഴുക്ക് വെള്ളം എന്നുള്ള ഒരു ഇത്. ഇപ്പം ചിലപ്പോൾ ചെറിയ കറുപ്പ് കളറിലൊക്കെ ആയിരിക്കാം. ഓക്കെ, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ നോക്കാം. ഇനിയിപ്പോൾ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. പിന്നെ വരുന്ന ഐസ്, അങ്ങനത്തെ സംഭവം. നമുക്കിവിടെ ഈ പോണ്ടെന്ന് പറയുന്ന ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് പ്ലേസ് ഒബ്ജക്റ്റിൽ ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്തു. നേരത്തെ ഡിലിറ്റ് കിടന്നുകൊണ്ടാണ് ഇവിടെ വരാത്തത്. ഞാൻ പ്ലേസ് ഒബ്ജക്റ്റിൽ ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്തു. പോണ്ടായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തു. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഇപ്പോൾ പോണ്ടിൽ വെള്ളം കിടക്കുന്നത് കറക്റ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഉയർത്തണമെങ്കിൽ കുറച്ച് ഉയർത്തിയൊക്കെ എടുക്കാം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. സൈഡൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഇങ്ങനെയല്ല ഒരിക്കലും ഒരു പോണ്ടിൽ വെള്ളം കിടക്കുന്നത് അല്ലേ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ടൂൾ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റായി വരത്തുള്ളൂ. ഈ സൈഡ് നോക്കുമ്പോൾ ഇപ്പം ഒന്ന് നോക്കാം. ഈ സൈഡാണ് കുറച്ച് ഇതില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കി ബ്രഷ് ചെറുതാക്കി ഇവിടെ ഒന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇതാ ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് പേജ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്രാസ് കണ്ടോ, ഗ്രാസൊക്കെ വന്നാണ്ടോ, ഗ്രാസൊക്കെ ഓപ്പൺ ആയാണ്ടോ. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാസ് കാണത്തില്ല. ഇതിപ്പോൾ ഞാനിത് ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെ ഗ്രാസ് വന്നത്.
ഈ ഗ്രാസിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രാസിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗ്രാസ് സൈസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു എഫക്റ്റ് ഈ വെള്ളം വന്ന് വീഴുന്ന ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളം വന്നിങ്ങനെ ഗ്രാസിൽ നിൽക്കുന്നത് ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഗ്രാസിൻ്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഗ്രാസിൻ്റെ വിത്ത് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് വൈഡ്നെസ് വിത്ത് അല്ല സോറി തെറ്റിപ്പോയി, ഗ്രാസിൻ്റെ വൈഡ്നെസ് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാം. പിന്നെ പെയിൻ്റ് ഉണ്ട് നമുക്കിവിടെ സാൻഡ് മണ്ണിൻ്റെ അംശം കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. മണ്ണിൻ്റെ ഒരു ഇത് ഇവിടെ ഓപ്പണായി വരും കേട്ടോ, വേണ്ട. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിനടിയിലും എന്തായാലും ഗ്രാസ് കാണൂലല്ലോ. ഇവിടെ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് പറഞ്ഞാൽ വെള്ളത്തിനടിയിൽ നമ്മൾ ഗ്രാസാണ് കൊടുത്തത്. അവിടെയും ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും സാൻഡ് കേട്ടോ വരുന്നത്, മണ്ണിൻ്റെ അംശം അവിടെ വരും. അപ്പോൾ നമുക്ക് ഗ്രാസിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് ഇതുപോലെ മണ്ണാക്കി മാറ്റാം. കണ്ടോ, നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് വിടുക. കാരണം വെള്ളത്തിനടിയിൽ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഒരു ഇത് ഇങ്ങനെ ഗ്രാസ് അങ്ങോട്ട് ഒരിക്കലും പടം നിൽക്കില്ല. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഇതിൽ പറഞ്ഞത്, വീഡിയോ തുടങ്ങുന്നേ പറഞ്ഞത്. ആ ഗ്രാസിൻ്റെ കാര്യമല്ല, വീഡിയോ കുറച്ച് നിങ്ങൾക്ക് ലാഗിങ് ആയിട്ട് തോന്നും. കാരണം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് പോകുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നും. പക്ഷെ അത് ബിഗിനേഴ്സിന് അത് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്, കാരണം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, കുറച്ച് വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കണം കേട്ടോ. ഗ്രാസ് കുറച്ചൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിരിക്കും. പിന്നെ നമുക്കിവിടെ ഹാർഡായിട്ട് നമുക്ക് കൊടുക്കാം. കുറച്ച് ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, കുറച്ച് ഹാർഡും അതുപോലെ തന്നെ കുറച്ച് ഇങ്ങനത്തെ സാൻഡും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ചെയ്യാൻ. നമുക്ക് ഇവിടെ കുറച്ച് ഗ്രാസ് നമ്മൾ നോക്കുക, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് അതനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പോണ്ടിൻ്റെ ആ സൈഡ് കറക്റ്റ് ആവും. കാരണം ആ ഒരു ലൈൻ പോലെ പാടില്ല, മനസ്സിലായില്ലേ? കണ്ടോ, ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കരവിരുതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പോണ്ടായി തോന്നുന്നില്ല ഈ ഭാഗങ്ങളിൽ. ഓക്കെ, ഞാനിവിടെ കുറച്ച് വർക്കുകളൊക്കെ ഞാനിവിടെ ചെയ്തു കേട്ടോ. കാരണം പറഞ്ഞുകൊണ്ട് അത് കറക്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കുറച്ച് കറക്റ്റ് ചെയ്ത് ഞാനിതിനെ ഒരു പോണ്ടാക്കി മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഒന്ന് താഴേക്ക് വന്ന് ഇറങ്ങിക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ലാൻഡിൽ നിന്നുകൊണ്ട് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു പോണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, നമുക്ക് ഈ ലാൻഡ് ഉണ്ടല്ലോ, കണ്ടോ ഇവിടെ ചെടി, ഒരു ഗ്രാസിൻ്റെ ടെക്സ്ചർ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഗ്രാസ് വരുത്തണം അല്ലേ, ഗ്രാസ് വരുത്തണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗ്രാസ് ഓപ്പൺ ചെയ്തോന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ഞാനത് ഓപ്പൺ ചെയ്തെന്നാണ് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കണ്ടോ, ഇത് കണ്ടോ ലാൻഡ്സ്കേപ്പ് ഗ്രാസ് എന്നുള്ള ഇത് നമ്മൾ ഓക്കെ ആക്കി കൊടുക്കുക. ഓക്കെ ആക്കുമ്പോൾ ഇവിടെ വ്യത്യാസം വന്നു കണ്ടോ, ഗ്രാസ് വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രാസ് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാസിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു ചെറിയ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി വന്നത് അല്ലേ. ഞാനിത് തുടങ്ങിയ സമയത്ത് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെ ഗ്രാസിൻ്റെ ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു, അതിൻ്റെ വൈഡ്നെസ്സും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ഇതിൽ ചെറിയ പൂക്കൾ ഉള്ള ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവിടെ എഡിറ്റിൽ പോയിട്ട് നമ്മളിത് ഇവിടെ നിന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഇതൊന്ന് എടുത്തുകൊണ്ടാണ്, ചെറിയ പൂക്കൾ നിൽക്കുന്നത്, അതിനെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അതിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കാം. അതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസ് കൂട്ടിക്കാം. കണ്ടോ, എവിടെയൊക്കെ കണ്ടോ ഗ്രാസ് റാൻഡം സൈസ് എങ്ങനെയാണ് വേണമെന്നുള്ളത് അതനുസരിച്ച് വേണമെങ്കിൽ നമുക്കിവിടെ കൊണ്ടുവരാം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ ഇവിടെ നിൽക്കുന്നു. വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കാം, കാണത്തക്ക വിധത്തിലേ
ഓക്കെ. ഇപ്പോൾ വെള്ളത്തിലും വന്നു കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ, വെള്ളത്തിലൊന്നും പൂക്കളൊന്നും നിൽക്കത്തില്ല. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. വേണ്ട, കുറച്ച് പൂക്കൾ നമ്മുടെ പോണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി നമുക്ക് ഇങ്ങനെ ചെയ്ത് ഓരോ ടൂൾസായിട്ട് പഠിക്കാം. കാരണം അത്യാവശ്യം അറിയേണ്ട ടൂൾസ് എല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു പക്ഷിയോ ബേഡ്സിനെയോ നമുക്കൊരു താറാവിനെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഞാൻ ഒരു താറാവിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. പിന്നെ വേറൊരു താറാവിനെ കൊണ്ടുവന്ന് ഞാൻ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കൊണ്ടുവച്ചു. നോക്കാം, നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. താറാവ് കേട്ടോ, താറാവ് കിടക്കുന്നുണ്ടോ വെള്ളത്തിൽ? അത് കറക്റ്റായിട്ട് അത് വെള്ളത്തിൽ തന്നെ വന്നോളും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി നമുക്കൊരു അരയന്നത്തിനെയും കൂടെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങോട്ട് മൂവ് ചെയ്യണമെന്ന് അറിയാം. നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. സ്കെയിലുണ്ട്, സ്കെയിൽ വെച്ച് നമുക്കിതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു താറാവിൻ്റെ ഈ ഒരു കളർ വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കളർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താറാവായിട്ട് അരയനായിട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ആക്കാം, വൈറ്റ് ആക്കണമെങ്കിൽ അത് വൈറ്റായിട്ട് അങ്ങനെ ആനിമേഷൻ മാത്രം കാണും, എന്താണെന്ന് അറിയില്ല. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇപ്പം ഞാൻ അതിൻ്റെ നാച്ചുറൽ കളർ തന്നെയാണ് കൊടുക്കുന്നത്, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ സൗണ്ട്, ഈ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. കണ്ടോ, സൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറേ സൗണ്ടുകൾ ഇതിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു സൗണ്ട്, ഈ താറാവിൻ്റെ സൗണ്ട് ഞാൻ അതിനെ ഇവിടെ ആയിട്ട് കൊടുക്കണം കേട്ടോ. ഈ സെൻറ്ററിലായിട്ട് ഇവിടെ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ദൂരെ എന്താ ഇങ്ങനെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കണമെന്ന് വെച്ചോളുക. ഡ്രോൺ ഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇങ്ങനെ അടുത്തേക്ക്, അതായത് ആ താറാവൊക്കെ അരയണമൊക്കെ നിൽക്കുന്ന അടുത്തേക്ക് നമ്മൾ ഡ്രോൺ പോവുകയാണ്. കണ്ടോ, അതിൻ്റെ അടുത്ത് പോകുമ്പോൾ മാത്രമേ ആ സൗണ്ട് കേൾക്കുകയുള്ളൂ. അകലത്ത് ദൂരോട്ട് വരുമ്പോഴത്തേക്ക് ആ സൗണ്ട് കുറഞ്ഞായിട്ട് വരും. കണ്ടോ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ലൂമിയോണിനെ പറ്റിയുള്ള ക്ലാസ്? നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് എപ്പിസോഡായിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഗുഡ് ബൈ.